കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ വീണ്ടും വാട്ടർ അതോറിറ്റി വക വെള്ളച്ചാട്ടം. ചതുർത്ഥ്യാഗരി കടത്തുകടവിന് സമീപമാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ ചതുർത്ഥ്യാഗരി കടത്തുകടവിന് സമീപമാണ് ദിവസങ്ങളായി കുടിവെള്ളം പാഴാവുന്നത്. കടത്തുകടവിന് സമീപത്തെ റിസോർട്ടിന് മുൻപിൽ റോഡരികിലാണ് പൈപ്പ് പൊട്ടിയത്. പമ്പിംഗ് ആരംഭിച്ചാൽ പിന്നെ പ്രദേശമാകെ വെള്ളക്കെട്ടാവും. 100 കണക്കിന് ലിറ്റർ ശുദ്ധജലം വിളഞ്ഞുകിടക്കുന്ന നെൽപ്പാടത്തേക്ക് ആർക്കും പ്രയോജനമില്ലാതെ ഒഴുകിപ്പോവുകയാണ്. 2 ആഴ്ചക്കാലമായി പൊട്ടിക്കിടന്നിട്ട് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇതെന്താന്ന് തിരക്കാൻ പോലും വരുന്നില്ല. ഇത് 100 കണക്കിന് ആൾക്കാരാണ് ചതുർത്ഥ്യാഗരി കടത്തുകടവ് വഴി ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വഴി ഇങ്ങോട്ട് വന്നാൽ ചതുർത്ഥ്യാഗരി കടത്തുകടവിലാണ് വരുന്നത്. ആ കടത്തുകടവിൽ വാഹനങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാം. ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ. ജനം കാലും നനയാതെ ഇതിലെ പോകാനൊക്കത്തില്ല. റോഡിൽ കൂടെ വെള്ളം ഒലിച്ചു കുടിവെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നില്ല. വേഴാമ്പൽ കാത്തിരിക്കുന്നതാണ് കാണാൻ നാട്ടുകാർ കുടിവെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഏതാണ്ട് 1.5 ആൾ 2 ആൾ താഴ്ചയിലൊക്കെയാണ് ഇവിടുത്തെ പൈപ്പ് കിടക്കുന്നത്. പണ്ട് MP ഗംഗാധരൻ മന്ത്രിയായിരുന്നപ്പോ ഇട്ട പൈപ്പാണ് ഇതെങ്ങനെങ്കിലും മാറി നാട്ടുകാർക്ക് കുടിവെള്ളം കിട്ടണ്ടേ? നാട്ടുകാർക്ക് നടന്നു പോകാൻ സ്ഥിതിയുണ്ടോ? ഈ പ്രദേശത്തിരിക്കുന്ന വാഹനങ്ങൾ ഇവിടുത്തെ ഓട്ടോറിക്ഷയിലും വരാനും പോകാനും ഒക്കെ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഒരു ബൈ റോഡ് കിടപ്പുണ്ട് അങ്ങോട്ട് മാധവശ്ശേരി പാലത്തിന്റെ അവിടോട്ട്. അവിടെ മുങ്ങിയാ കിടക്കുന്നത്. ഈ വെള്ളം ഒലിച്ച് അങ്ങാണ് ചെല്ലുന്നത്. പുഞ്ചപ്പാടം ഇവിടെ 2-ാം കൃഷി കണ്ടോ? 2-ാം കൃഷി വിളഞ്ഞു കിടക്കുകയാണ് ഈ പാടം. ഈ പാടത്തോട്ടായി വെള്ളം ചാടുന്നത്. കൊയ്ത്തന്തര ഇറങ്ങേണ്ട സമയമായിരിക്കുക. വിളഞ്ഞു കിടക്കുന്ന നെല്ലിനകത്തോട്ടായി വെള്ളം പോണത്. എടങ്കര ആഫീസിലോ അല്ലെങ്കിൽ എടത്തോ ആഫീസിലോ അല്ലെ തിരുവല്ല ആഫീസിലോ പറഞ്ഞിട്ട് യാതൊരു അനക്കവും ഇല്ല. ചതുർത്ഥ്യാഗരി പുളുങ്ങുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന കടത്തുകടവാണിത്. വെള്ളം ഒഴുകിയെത്തി സമീപത്തെ ഓട്ടോ സ്റ്റാൻഡും ഉമ്പുക്കാട് ഭാഗത്തേക്കുള്ള വഴിയുമെല്ലാം മുങ്ങുന്ന സാഹചര്യമുണ്ട്. അടുത്തുള്ള റിസോർട്ടിലെ താമസക്കാരായ വിനോദസഞ്ചാരികൾക്കും പാദം നനയാതെ അകത്തേക്ക് കടക്കാനാവില്ല. 1 മാസം മുമ്പും ഈ പ്രദേശത്ത് പൈപ്പ് പൊട്ടിയിരുന്നു. അന്ന് അലക്സ് പടവുപുരയ്ക്കൽ എന്നയാളുടെ പുരയിടത്തിലുള്ള പൈപ്പ് ലൈനിലായിരുന്നു തകരാറ്. പലതവണ പരാതിപ്പെട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി എടുക്കാതെ വന്നതോടെ സ്വന്തം നിലയിൽ 10,000 ചെലവഴിച്ച് അന്ന് വീട്ടുടമ തന്നെ തകരാർ പരിഹരിക്കുകയായിരുന്നു. ഇത്തവണ പൊതുസ്ഥലത്ത് പൈപ്പ് പൊട്ടിയതോടെ വാട്ടർ അതോറിറ്റി എന്ന വെള്ളാനയെ മെരുക്കാൻ ആരെ സമീപിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് പ്രദേശവാസികൾ.